തലയോട്ടി തുറന്നതിന് ശേഷം രോഗിയുമായി സംവദിക്കാൻ മറ്റൊരു ടീമുണ്ട്. സൈക്കോളജി, സ്പീച്ച് തെറാപ്പി മുതലായ ഒരു ടീമുണ്ട്. അവർ രോഗികളെ കൊണ്ട് വിവിധമായ ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നു. രോഗിയുമായി സംസാരിക്കുന്നു, കൈകാലുകൾ ചലിപ്പിക്കുന്നു, ചിത്രം വരയ്ക്കുന്നവർ വരയ്ക്കുന്നു, പാട്ട് പാടുവാൻ സാധിക്കുന്നവർ അത് ചെയ്യുന്നു. പലപ്പോഴും വയലിൻ മുതലായവ വായിച്ചുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. രോഗി വയലിൻ വായിച്ചുകൊണ്ട് ഡോക്ടർ ശസ്ത്രക്രിയ ചെയ്യുന്നു. തലച്ചോറിന്റെ മുകളിൽ ചെറിയ കറണ്ട് വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കുന്നു ഏത് ഭാഗത്ത് നിന്നാണ് ഈ സ്റ്റിമുലേഷന്റെ എഫക്ട് വരുന്നതെങ്കിൽ. ഇപ്പൊ കയ്യിലാണ് അത്തരം ട്വിച്ചിങ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗത്ത് കൈയുടെ പ്രവർത്തനമാണ്. സംസാരിച്ചുകൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ സംസാരം നിന്നു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഭാഗത്ത്, തലച്ചോറിന്റെ ഈ ഭാഗത്ത് സംസാരശേഷിയാണെന്ന്. അങ്ങനെ ആ ഭാഗം വളരെ പ്രിസർവ് ചെയ്ത് അതിനെ ഒട്ടും നശിപ്പിക്കാതെ ട്യൂമർ മാത്രം എടുത്ത് കളയുന്ന ആധുനികമായിട്ടുള്ള ഒരു രീതിയാണ് അവേക്ലിനോട്ടമി. ഇത് എപ്പിലെപ്സി സർജറി അല്ലെങ്കിൽ അപസ്മാരത്തിന് ചെയ്യുന്ന ശസ്ത്രക്രിയകൾക്കും കൂടെ ഇത് ചെയ്യാവുന്നതാണ്. മൂവ്മെന്റ് ഡിസോർഡർ അല്ലെങ്കിൽ പാർക്കിൻസോണിസം പോലെയുള്ള വിറവാദം തുടങ്ങിയ രോഗികൾക്ക് ചെയ്യുന്ന ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷനിലെല്ലാം ഇതിൻ്റെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്.